ബാബു, ഇതാര് നമ്മളെ ബ്രോക്കറെ മോനല്ലേ? അതെ, നീ മറന്നിട്ടില്ലല്ലേ? നിങ്ങളെ മറക്കാനോ? നല്ല കാര്യമായിപ്പോയി. അല്ല, എന്റെ ജയിൽപ്പുള്ളി വന്നില്ലേ? വേറായോ? നിങ്ങളെല്ലാവരും കൂടി ജയിലിലാക്കിയിട്ട് ഇപ്പൊ കുറ്റക്കാരവര്. കഷ്ടം കിട്ടോ? ഉണ്ടല്ലടാ, നീ എന്ത് വർത്താനാ പറയണേ? അന്ന് ശരിയല്ലട്ടാ, നീ നടന്നോ, ഞാൻ വരാം. ബാബു എന്നാണ് പേരല്ലേ? എന്താന്ന് സംഭവിച്ചത്? എന്റെ വൈഫിന്റെ ഫ്രണ്ടാണ് അവള്. എടാ, നീ ഇവിടെ ഇരിക്കും, ഇങ്ങനെ പോരാ, കുറച്ചൊന്ന് മാറി നിൽക്കാം. ആ നാട്ടിലെ പണക്കാരിൽ പെടുന്ന ഒരു കുടുംബത്തിനായിരുന്നു അവരുടെ. അവർ 4 പെൺകുട്ടികളാണ്. ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ചെറിയ കുടുംബം. മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് മൂത്ത മകൾ ആ കുടുംബം നോക്കി ഇത്രത്തോളമാക്കിയത്. എല്ലാം ഉള്ളിലൊതുക്കി ആ വീട്ടിൽ അവർ അങ്ങനെ ഒതുങ്ങിക്കൂടി. 3 അനിയത്തിമാരെയും സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാണ് അവൾ നോക്കി വളർത്തിയത്. അവരുടെ എല്ലാ നല്ല ആവശ്യങ്ങൾക്കും അവൾ അവർക്കൊപ്പം നിന്നു. അവർക്ക് 3 പേർക്കും വിദ്യാഭ്യാസവും സംരക്ഷണവും കൊടുത്തു. അവർ പഠിപ്പിലും കലാപരമായ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ച് മുന്നേറി. ഞാൻ കഴിക്കുന്ന പോലെ എല്ലാവരും കഴിക്കും. ഈശ്വരന്മാരെ, എന്തൊരു ചന്ത ഈ പൂവെല്ലാം കാണാൻ. അടുത്തൊരു ജന്മത്തില് ഞാനൊരു പൂവായി മാറിയാ മതിയായിരുന്നു. ഈശ്വരന്മാരെ, എന്റെ ഡാൻസിനാണ് ഈ കൊല്ലുന്നത്. എന്ത് കുട്ടികളാ! ഇങ്ങനാണോ കുട്ടികള് ഡാൻസ് കളിക്കല്? ഇതാണോ ഡാൻസ്? ഞാൻ കാണിച്ചു തരാം. താം തൈ താം തൈ താം. നിർത്തി നിർത്തി, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നേ? താത്ത അന്ന് കളിച്ചൊരു ഡാൻസ് അന്ന് കളിച്ചൊരു. അത് വേണോ? സൂപ്പറായിട്ടോ ഡാൻസ്. കളിച്ചിരിക്കല്ലേ, താത്ത ഇരിക്കുന്നോ? ഞാൻ അറിയോ പറഞ്ഞ സ്ഥലം ഇതാണെന്നുള്ളത്. ഒരു 1ാം ക്ലാസ് ഒന്നാം ക്ലാസ് കാണിച്ചു. 1ാം ക്ലാസ് ഒന്നുമല്ല, ഇനി കണ്ടാ നിർത്തിപ്പോവും. ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്. ആയിക്കോട്ടെ, ഞാൻ നേരല്ലേ പരിപാടി ഉണ്ട്. നിനക്ക് അതിനെക്കാട്ടും പരിപാടി ഉണ്ട്. സെറ്റാക്കി ഞങ്ങളിപ്പോൾ എന്തൊക്കെ അത് പഠിച്ചു. മഴയൊക്കെ പെയ്ത് ചളിമ്പുഴേ ഇപ്പോഴൊക്കെ നന്നാക്കി കൊടുത്തു. ഇതന്നെ വരാ, ഇതന്നെ തെറ്റിയിട്ടൊന്നുമില്ല. ഈ ബൈക്കൊക്കെ ഒന്ന് നന്നാക്കിയെന്ന് വെച്ചു. ഒരു 10-25 ഉറുപ്പിയെങ്കിലും ഇവിടെ നിർത്തിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. क्या मरता
പിന്നെ നമ്മളെ സഹാനനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നല്ല ചെക്കനാ. ഓർക്ക് പൊന്നും പണം ഒന്നും വേണ്ട. ഞാനേ ഓർക്കൊന്ന് വിളിച്ചോ. ഹലോ, ആ നിങ്ങളെ എവിടെ എത്തി ചങ്ങായിമാരെ? തിരൂരാ? ഒന്ന് വേഗം വരും ചങ്ങായിമാരെ. ആ ഇപ്പൊ എത്തുന്ന ആയിക്കോട്ടെ. ഞാൻ ഇവിടെ കിട്ടോ പെണ്ണിന്റെ വരിയില്. എന്നാ ഓക്കെ. ഒരു ഇവിടെ വെച്ചോ. ഒരു പഹന തടിയുണ്ടൊക്കെ പെണ്ണ് മാറി കിട്ടും. ഇപ്പൊ കൂസിടാ പറയും. ആർക്കാരെങ്കിലും പെണ്ണ് കിട്ടുമോ? കിട്ടുമോ? അല്ല, എല്ലാരും ഉണ്ടല്ലോ. നമുക്ക് ഷഹാനയെ ബാബുനെ കൊണ്ട് കെട്ടിച്ചാലോ? അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു ഷഹാനയെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തു പറയുന്നു? വേറെ സ്ഥലത്ത് കയറാൻ പോവാണല്ലേ? പിന്നെ ഹലോ, എന്താ ആലോചിക്കുന്നേ? അതോ എൻ്റെ താത്ത ഒരു സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ താത്തക്ക് നല്ലൊരു ബന്ധം കിട്ടണം. അതിനെ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അതെ, അത് നമുക്ക് ശരിയാക്കാം. നീ ടെൻഷൻ ആവണ്ട, നമുക്ക് റെഡിയാക്കാം. ഇത് നല്ലൊരു വല്ലാത്തൊരു സുഖം. ഒന്ന് ഒഴിയടാ. എന്താ ഈ മറ്റേ കാര്യം വല്ലതും നടക്കുവോ? നടക്കും, നടത്തും. അവളാകുമ്പോ ആരോടൊന്നും പറയും. ഊമയല്ലടാ, ഊമ. അവൻ പറഞ്ഞ
അന്ന് രാത്രി വന്നു. അവരെ കയറി പിടിക്കുവാൻ ശ്രമിച്ചു. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് അവനെ ആഞ്ഞുവെട്ടി. അവൻ കൊല്ലപ്പെട്ടു. അതൊക്കെ കണ്ട് ഇളയ അനുജത്തി നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തി. അതെ, വണ്ടി ഇങ്ങോട്ട് വരില്ല, നിങ്ങളവിടെ നിന്നോളൂ. ആ കൊലപാതകം നടത്തിയിട്ട് ഒന്നരത്തെ പോലെ ഇരിക്കണല്ലേ? എന്നിട്ട് അവളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നാളെയാണ് അവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. മോളെ, നീ സംസാരിക്കില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീ ചെയ്തതെല്ലാം നിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. മനസ്സിലായി. എന്താണ് ഉണ്ടായതെന്ന് തുറന്നു പറയാൻ എന്നെക്കൊണ്ട് അറിവില്ലല്ലോ. എന്നാലും മോളെ, നീ രക്ഷപ്പെടും. കാരണം ഉമ്മയും ഉപ്പയും ഇല്ലാത്ത 3 പെൺകുട്ടികളുടെ ദൈവമാണ് നീ. ഒരു പക്ഷേ ആ പുണ്യം കൊണ്ടാവാം ദൈവം നിന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതണം. സാരമില്ല, നിന്റെ ഉമ്മാടെ ഉപ്പാടെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി നീ. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ കാണും. അങ്ങനെ അവൾ ആരോടും ഒരു പരാതിയും പരിഭവവും പറയാൻ കഴിയാതെ അനിയത്തിമാർക്ക് വേണ്ടി ജീവിച്ചു, മൗനത്തിലൂടെ.